ഹായ് ഗൈസ്, വാസലിൻ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഫേസ് എങ്ങനെ ഗ്ലോ ആക്കാൻ പറ്റുന്നതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ മുഖം 2-3 വട്ടം നല്ല തണുത്ത വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വേണം കേട്ടോ. കഴുകിയ ശേഷം നമ്മൾ ഇതേപോലെ ഒരു വാസലിൻ എടുക്കാം കേട്ടോ. ഈ വാസലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അമ്മച്ചിമാർ നമ്മളൊക്കെ കയ്യിലും കാലിലൊക്കെ തേക്കാനും പിന്നെ ഇടയ്ക്കാണെങ്കിൽ നമ്മുടെ ചുണ്ടിൽ തേക്കാനൊക്കെ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ഈ നമ്മുടെ ചുണ്ടിൽ ഈ വാസലിൻ മാക്സിമം തേക്കാതിരിക്കുക കേട്ടോ. നമ്മുടെ ചുണ്ടിൽ വാസലിൻ തേക്കുമ്പോൾ പിഗ്മെന്റേഷൻ വരാനും നമ്മുടെ ചുണ്ടിന്റെ സ്വാഭാവികമായിട്ടുള്ള നിറം നഷ്ടപ്പെടാനും ചുണ്ട് കറുത്ത് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം വാസലിൻ നമ്മുടെ ചുണ്ടിൽ തേക്കാതിരിക്കുക. പിന്നെ പറഞ്ഞ ഈ വാസലിൻ ഉപയോഗിച്ച് നമ്മുടെ മുഖത്ത് എങ്ങനെ ഗ്ലോ വരുത്താൻ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മുഖം നന്നായിട്ട് കഴുകിയ ശേഷം ഈ ഒരു വാസലിൻ നമ്മൾ കഴുകി നമ്മുടെ മുഖം നന്നായി തുടച്ചിട്ട് ഇതിൽ നിന്ന് കുറച്ച് വാസലിൻ എടുത്തിട്ട് നമ്മുടെ ഫേസിൽ ഫുള്ള് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സെയിം സാധനം തന്നെ നമ്മുടെ നെക്കിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു നല്ലൊരു റിസൾട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ രണ്ടിനും രണ്ട് കളറായിട്ടിരിക്കും. അപ്പോൾ അതൊന്ന് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വാസലിൻ നമുക്ക് നമ്മുടെ ആ ഒരു ഫേസിലൊക്കെ നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഈ വാസലിൻ നല്ല പോലെ നമ്മൾ നമ്മുടെ മുഖത്ത് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. നല്ല പോലെ തേച്ച് പിടിപ്പിക്കാം. നല്ല പോലെ തേച്ച് പിടിപ്പിച്ച ശേഷം നമ്മൾ ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേനും ഇത് നമ്മുടെ ഫേസിൽ നിന്ന് റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കോട്ടൻ്റെ ഒരു തുണിയോ അല്ലെങ്കിൽ നമ്മുടെ ടിഷ്യൂ പേപ്പറോ ഒക്കെ യൂസ് ചെയ്തിട്ട് വേണം നമ്മളിത് റിമൂവ് ചെയ്യാൻ കേട്ടോ. സോപ്പ് ഒന്ന് യൂസ് ചെയ്ത് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ മുഖം ചെറുതായിട്ടൊന്ന് വീർക്കും കേട്ടോ. ഈ വാസലിൻ തേച്ച് ചെറുതായിട്ടൊന്ന് വീർക്കുന്ന പോലെ വരും. അപ്പോൾ നമ്മൾ അരമണിക്കൂർ കഴിയുമ്പോഴത്തേനും ഈ ഒരു വാസലിൻ നമ്മൾ നമ്മുടെ മുഖത്ത് നിന്ന് അല്ലെങ്കിൽ കഴുത്തിൽ നിന്ന് നല്ല പോലെ തൂത്ത് കളയണം. ഓക്കെ, ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്കിത് നമ്മുടെ ഫേസിൽ നിന്ന് നല്ലപോലെ തൂത്ത് കളയാം കേട്ടോ. തൂത്ത് തുടച്ച് വൃത്തിയാക്കി എടുക്കാം കേട്ടോ നമ്മുടെ ഫേസ്. അപ്പോൾ നമുക്കിത് ഞാനിപ്പോൾ ഇതേപോലെ ഒരു തുണി വെച്ചിട്ട് തൂത്ത് കളയാം കേട്ടോ. നമുക്ക് ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് തൂത്ത് കളയാം. ഞാൻ ക്രാഫ്റ്റ് വർക്ക് ഉണ്ടാക്കി ഞങ്ങളുടെ വീട്ടിൽ ടിഷ്യൂ പേപ്പർ മൊത്തം തീർന്ന് പോയി ഗൈസ്. അതുകൊണ്ട് ടിഷ്യൂ പേപ്പർ ഇല്ല. അപ്പോൾ ഇവിടെ ഇരുന്ന് നല്ലൊരു തുണിയുടെ ഒരു ഭാഗം ഞാൻ കീറിക്കൊണ്ട് വന്നു. അപ്പോൾ നമുക്കിത് നല്ലപോലെ തൂത്ത് തുടച്ച് കളയാം കേട്ടോ. ഫേസ് ഒരിക്കലും കഴുകണ്ട കേട്ടോ. നമ്മൾ പിന്നീട് നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ ഫേസ് കഴുകുമ്പോൾ നോർമൽ വാഷ് ചെയ്താൽ മതി. അപ്പോൾ അരമണിക്കൂറിന് ശേഷം ഇതേപോലെ ഒന്ന് തുടച്ച് കളയാം. അപ്പോൾ ആ ഒരു വാസലിൻ്റെ ഒരു ചെറിയൊരു കണ്ടന്റ് നമ്മുടെ ഫേസിൽ ഉണ്ടാവും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ മൂക്കിൻ്റെ പൊക്കത്ത് ഉണ്ടാവുന്ന ആ ഒരു ഡാർക്ക് സ്പോട്ട് പോലത്തെ ഡാർക്ക് കളറിലെ ഒരു കുത്തുകുത്ത് പാടുകൾ മാറാനും പിന്നെ നമ്മുടെ ഈ ഒരു പോർഷനിൽ ഉണ്ടാവുന്ന ഇവിടെ നമ്മുടെ ചുണ്ടിൻ്റെ പൊക്കത്തൊക്കെ ഉണ്ടാവുന്ന ചെറിയ ചെറിയ കുരുക്കളൊക്കെ മാറാനായിട്ടും ചെറിയ കുഞ്ഞു കുരുക്കളും പൊട്ട് പോലത്തെ കുത്തുകുത്ത് ഒരു പാട് പോലത്തെ സംഭവങ്ങളും ഒരു പൊടി പോലത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ, ആ ഒരു സംഭവങ്ങളൊക്കെ മാറാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. നമ്മുടെ മുഖം ക്ലീൻ ആവാനായിട്ടും നല്ല ഗ്ലോ ആകാനായിട്ടൊക്കെ വാസലിൻ നമ്മൾ ഇതേപോലെ ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ ചെയ്യുന്നത് അടിപൊളിയാണ് കേട്ടോ. ഡെയിലി ഒരിക്കലും ചെയ്യേണ്ട, നമുക്ക് ഡേ ടൈമിൽ ആഴ്ചയിൽ ചെയ്യുന്നത് അടിപൊളിയാണ്. നിങ്ങൾ കുറച്ച് പേരെങ്കിലും വിചാരിക്കുന്നുണ്ട് ഞാൻ അനാവശ്യമായിട്ട് കുറേ അധികം ക്രീമുകൾ വാരി തേച്ചാണ് ഇതേപോലെയൊക്കെ ആയിരിക്കണേന്ന്. ഒരിക്കലും അല്ല കേട്ടോ. ഞാൻ ക്രീമുകൾ ഒരിടയ്ക്ക് ഞാൻ അടുപ്പിച്ച് തേക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ അങ്ങനെ അധികം തേക്കാറില്ല. വല്ലപ്പോഴൊക്കെയാണ് ഞാൻ എന്തെങ്കിലും ക്രീമുകളൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഡെയിലി ഞാനൊരു സ്കിൻ കെയറുകൾ അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരുപാട് ടിപ്സ് ഉണ്ടല്ലോ. അതൊക്കെ ഞാൻ വീട്ടിൽ എൻ്റെ കയ്യിൽ എന്ത് കിട്ടിയാലും ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യാറുണ്ട്. ഫേസിൽ ഏറ്റവും ആദ്യം ഞാൻ ഫേസിലാണ്. കഴുത്തിൻ്റെ കാര്യമൊക്കെ ഞാൻ എപ്പോഴും മറന്നു പോകും. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ ഫേസിന് ഇത്ര ഇങ്ങനെ ഒരു ഗ്ലോ ആയിട്ട് ഇരിക്കാനായിട്ട് കാരണം കേട്ടോ. അല്ലാണ്ട് ഒരിക്കലും ക്രീം മാത്രമാണ് നമ്മൾ തേക്കുന്നതെങ്കിൽ ആ ക്രീമിൻ്റെതായ ചെറിയ എന്തെങ്കിലും എഫക്റ്റ് ഒക്കെ നമ്മുടെ ഫേസിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയ സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ഓരോ റെമഡീസ് ഒക്കെ സ്വന്തമായിട്ട് ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ മുഖം ഇങ്ങനെ ഇത്ര ഗ്ലോ ആയിട്ടിരിക്കുന്നത്. ഒരിക്കലും ഞാൻ എനിക്ക് കിഡ്നി ടെസ്റ്റ് ചെയ്യണമെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അല്ല കേട്ടോ, ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ ഡെയിലി ഞാൻ ക്രീം തേക്കുന്ന ഒരാളെ അല്ല. ഇപ്പോൾ പണ്ട് തേക്കുമായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നാൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് ഞാനിപ്പോൾ വല്ലപ്പോഴൊക്കെ ഒരു ക്രീമുകളൊക്കെ അപ്ലൈ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇതിൽ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ചെയ്യണമെന്നൊക്കെ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉറപ്പായി ഞാൻ ചെയ്യാം കേട്ടോ. ക്രീമുകൾ മാത്രം യൂസ് ചെയ്യാതെ നമ്മുടെ വീട്ടിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ നമ്മൾ ഫേസിലും നമ്മുടെ കഴുത്തിലും കയ്യിലും കാലിലൊക്കെ അപ്ലൈ ചെയ്യുക, മസാജ് ചെയ്യുക, സ്ക്രബ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ചെറിയ ചേഞ്ചസ് വരും. ക്രീം അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. നമ്മൾ യൂസ് ചെയ്യുന്ന ക്രീം ഏതാണോ അത് അപ്ലൈ ചെയ്യുന്ന കൊടുത്താൽ നമ്മൾ നമ്മുടെ സ്കിൻ കെയറും കൂടെ ചെയ്ത് കൊടുക്കുക. സ്കിന്നൊക്കെ നന്നായിട്ട് കെയർ ചെയ്യുക. അപ്പം തന്നെ നമ്മുടെ ഫേസിന് നല്ല ഗ്ലോയും നല്ല ചേഞ്ചൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ വാസലിൻ വെറുതെ നമ്മുടെ വീട്ടിൽ വാസലിനൊക്കെ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആഴ്ചയിൽ 2-3 ദിവസം ഒരു ദിവസം ഇടവിട്ടൊക്കെ ആണെങ്കിൽ വാസലിൻ ഇതുപോലെ തേക്ക്. ചെറിയ കുഞ്ഞു കുരു പോകാനും ആ പൊടി പോലത്തെ സംഭവമൊക്കെ ഉണ്ടല്ലോ, ആ സംഭവമൊക്കെ പോയി നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആവാനായിട്ടൊക്കെ നല്ല ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബൈ.